മട്ടന്നൂർ നഗരസഭയെയും മാങ്ങാട്ടിടം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങി. ഇരു കരകളെയും ബന്ധിപ്പിച്ചുള്ള പാലം എന്ന 30 വർഷത്തെ ആവശ്യമാണ് ഒടുവിൽ യാഥാർത്ഥ്യമാക്കുന്നത്. അഞ്ചരക്കണ്ടി പുഴയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. പക്ഷേ 2 കരകളിലായി നിരവധി പേർ സുരക്ഷിതമായി പുഴ മുറിച്ചു കടക്കാൻ കാത്തിരുന്നത് 27 വർഷങ്ങളാണ്. കാത്തിരുന്ന് ഒടുവിൽ അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ പാലം എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. 30 വർഷങ്ങൾക്ക് മുൻപാണ് മട്ടന്നൂർ നഗരസഭയിലെ കുഴിക്കൽ പ്രദേശത്തെയും മാങ്ങാട്ടിടം പഞ്ചായത്തിലെ മാണിക്കോത്ത് വയലിനെയും ബന്ധിപ്പിച്ച് കൂളിക്കടവിൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. 1998 പാലം നിർമ്മിക്കാനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങി. നമ്മൾ എയർപോർട്ടിലേക്ക് നമ്മൾ കൂളിക്കടവ് പാലത്തിനെടുക്കുന്ന തന്നെ ഈ കയനി വഴി പോവുകയാണെങ്കിൽ 5 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം. ഉരുവച്ചാൽ ഈ മട്ടന്നൂർ പോകുന്നതിനെക്കാട്ടി ഒത്തിരി എളുപ്പമാണ് ഈ കയനി വഴി എയർപോർട്ടിലേക്ക് പോകാൻ. അങ്ങനെയുള്ള സൗകര്യം കൂടിയുണ്ട്. ഇപ്പം കൂത്തുപറമ്പ് വരുന്ന ആളുകളായാലും അതുപോലെ തന്നെ മമ്പറം അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്കെല്ലാം എയർപോർട്ടിലേക്ക് പോകാൻ ഏറ്റവും അടുത്തൊരു വഴിയാണ് കൂളിക്കടവ് പാലം എന്നുള്ളതാണ് പറയാനുള്ളത്. 2011 പി ജയരാജൻ കൂത്തുപറമ്പ് MLA ആയിരിക്കെ പാലം നിർമ്മാണത്തിന് 4.5 കോടി രൂപ അനുവദിച്ചു. എന്നാൽ സ്ഥലം ഏറ്റെടുക്കലിലെ കാലതാമസത്തിനെ തുടർന്ന് നിർമ്മാണം ആരംഭിക്കാനായില്ല. പിന്നീട് KK ശൈലജ MLAയുടെ ഇടപെടലിനെ തുടർന്ന് പ്രദേശവാസികൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി. പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വീണ്ടും ഫണ്ട് അനുവദിച്ചു. 2023 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന് തറക്കല്ലിട്ടു. 6.67 കോടി രൂപയായിരുന്നു പുതിയ എസ്റ്റിമേറ്റ്. KK ബിൽഡേഴ്സ് ആണ് പാലം നിർമ്മിച്ചത്. മാണിക്കോത്ത് വയൽ മുതൽ കുഴിക്കൽ വരെ മെക്കാടം അപ്രോച്ച് റോഡും പൂർത്തിയായി. പാലം തുറക്കുന്നതോടെ അയ്യപ്പൻ തോട്, വട്ടിപ്രം, 3-ാം പീടിക ഭാഗങ്ങളിലുള്ളവർക്ക് എളുപ്പത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്താൻ സാധിക്കും. കാരപേരാവൂർ, കയനി, മണക്കായ് എന്നിവിടങ്ങളിൽ നിന്ന് കൂത്തുപറമ്പ് ഭാഗത്തേക്കും എളുപ്പത്തിലെത്താം. ഈ മാസം അവസാനത്തോടെ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ന്യൂസ് മലയാളം, കണ്ണൂർ.